ഇന്ന് നാട്ടിലെങ്ങും ചർച്ച കള്ളൻ വിജയനെക്കുറിച്ചാണ്. ആരാണ് ആ കള്ളൻ വിജയൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നുള്ള ഒരു ദുസ്സൂചനയൊക്കെ അതിൽ പലരും കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇന്ന് പുറത്തിറങ്ങാതിരുന്നത്. അത് എന്താണ് അച്ചടിക്കൊക്കെ ചെയ്തു, വേസ്റ്റായിട്ട് ഇപ്പം ദേശാഭിമാനി ഓഫീസിൽ അത് കിടക്കുന്നുണ്ട്. ആക്രി കച്ചവടക്കാർ ശരിക്കും അവിടെ സമീപിക്കുകയാണെങ്കിൽ ഒരുപാട് അച്ചടിച്ച ആ ഒരു ഇത് കിട്ടുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ കള്ളൻ വിജയൻ? നമുക്കറിയാം, ഈ തിരുവനന്തപുരത്തെ മുത്തിപ്പാറ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള ഒരു നാടക സംഘം, ആ നാടക സംഘത്തിൽ പ്രവർത്തിക്കുന്ന കള്ളൻ വിജയനായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വിജയകുമാറിനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് ഈ ദേശാഭിമാനിയിൽ വന്നത്. പക്ഷെ എന്തിനാണ് അതിന് ഇത്രമാത്രം ഭയപ്പെടുന്നത്? ആ വാരാന്ത പതിപ്പിൻ്റെ തുടക്ക പേജിൽ VS-നെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനം കൂടി ഉണ്ടായിരുന്നു. അത് തുടക്കത്തിലുള്ള പേജിലും ഈ കള്ളൻ വിജയനെ പറ്റിയിട്ടുള്ള ലേഖനം അവസാനത്തെ പേജിലുമായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇത് പിണറായി വിജയനുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? ഇത് പിണറായി വിജയനായി താരതമ്യം ചെയ്യല്ല, പിണറായി വിജയൻ്റെ മനസ്സ് വല്ലാതെ തകർത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇത് എന്നുള്ളതാണ് സത്യം. ഒരു മൂളക്കം മതി പിണറായി വിജയനെതിരെയുള്ള ഒരു മൂളക്കം, ആരെങ്കിലും മൂളിയാൽ മതി പിണറായി വിജയൻ്റെ മാനസിക നില തെറ്റും. ആ സന്ദർഭത്തിൽ കള്ളൻ വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേശാഭിമാനി പത്രത്തിൽ തന്നെ വാരാന്ത്യ പതിപ്പിൽ തന്നെ വന്നാൽ, അതും VS അച്യുതാനന്ദനെ സ്മരിക്കുന്ന അദ്ദേഹം ഒരു ആർത്തിരമ്പെന്ന കടൽ തിരമാലയെ പോലെയാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഫ്രണ്ടിൽ വരിക, അതിന് മറുഭാഗത്ത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന അതേ ലക്കത്തിൽ തന്നെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിർവചനമുണ്ടല്ലോ. നമ്മൾ ഒരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ യഥാർത്ഥ ആളുടെ കാർട്ടൂണാണോ വരയ്ക്കാറുള്ളത്? യഥാർത്ഥ ആളായിട്ടാണോ വരിക? അല്ല, ഒരു രൂപമാണ്. ഇതേപോലെ രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രത്തെ ദേശാഭിമാനിയിൽ തന്നെ അതിൻ്റെ എഡിറ്റർ അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. അത് കുറിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ദേശാഭിമാനി പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. പകരം ഇന്ന് സ്വരാജ് വന്ന്, അതിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായ സ്വരാജ് വന്ന് പറഞ്ഞിരിക്കുകയാണ്, നാളെ ആ പത്രത്തിൻ്റെ കൂടെ വരും, ഞങ്ങളുടെ യാതൊരു തർക്കവും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ ആരോ ഉണ്ടാക്കുന്ന ജുഹകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലമായി ദേശാഭിമാനി പത്രം തുടങ്ങിയ മുതൽക്ക് എല്ലാ ഞായറാഴ്ചയും കൃത്യമായ ഞായറാഴ്ച പത്രത്തോടൊപ്പം കിട്ടുന്ന ഞായറാഴ്ച വാരാന്ത്യ പതിപ്പ് ഇന്ന് ഇല്ലാതായതിന് കൊടുത്ത വിശദീകരണം അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? പിണറായി വിജയൻ ഇന്ന് ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഈ കാര്യം അപ്പോൾ തന്നെ ചോർത്തി കൊടുക്കുകയും പാർട്ടിയിലുള്ള ചില ആളുകളുണ്ടല്ലോ ദേശാഭിമാനിയിൽ പിണറായി വിജയനോട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ തന്നെ ചോർത്തി കൊടുക്കുകയും അദ്ദേഹം വളരെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. അതായത് ദേശാഭിമാനിൻ്റെ എഡിറ്ററോട് നിനക്ക് അവിടെ സ്ഥാനത്തിരിക്കണടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അത് ഇന്ന് പെട്ടെന്ന് നിർത്തലാക്കാൻ കാരണം. ഇത് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, PDF വെബ്സൈറ്റിൽ പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പുറത്ത് വരാൻ കാരണം. ആ പുറത്ത് വരുത്തിച്ചതും ദേശാഭിമാനിയിലുള്ള ആളുകൾ തന്നെയാണ് ഏഷ്യാനെറ്റിന് വിവരം കൊടുത്ത് ഏഷ്യാനെറ്റിൽ ഇത് രാവിലെ പുലർക്കാലത്ത് തന്നെ വാർത്തയായിട്ട് പുറത്തു വന്നത്. ഇതിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമുണ്ട്. VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികം 21-ാം തീയതി വരികയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സുധാകരൻ എഴുതിയ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ലേഖനമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് തന്നെയാണ് അവസാനം കള്ളൻ വിജയനെയും കുറിച്ച് പറയുന്നത്. കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിജയകുമാർ. നമുക്കറിയാം, വിജയകുമാർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരു നാടകത്തിലെ കഥയാണ്. പക്ഷേ അതിന് സമാന സ്വഭാവമുണ്ട്. ഇത് ശരിക്കുള്ള കള്ളനായ വിജയകുമാർ ഒരു കള്ളനല്ല, കഥാപാത്രമായി വന്നാണ്. യഥാർത്ഥ കള്ളനായ, കാട്ടുകള്ളനായ, പെരുങ്കള്ളനായ, കൊള്ളക്കാരനായ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തട്ടിപ്പും വെട്ടിപ്പും കള്ളവും കൊള്ളയുമാണല്ലോ. അഴിമതിയും സ്വജനപക്ഷപാതവും അതേപോലെ ഏത് വിധത്തിലും വാ തുറന്ന് കള്ളം മാത്രം പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രം കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഉണ്ടാകുന്ന രോഷം എത്രമാത്രമാണെന്നറിയാം. ഒരു ഭാഗത്ത് VS-നെ പുകഴ്ത്തുക, മറുഭാഗത്ത് കള്ളൻ വിജയനെ സ്മരിക്കുക എന്നുള്ള വരുമ്പോൾ അത് തനിക്ക് നേരെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് ഇമ്മീഡിയറ്റായി നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം പൊട്ടിത്തെറിച്ച് ദേശാഭിമാനിയിലെ റെസിഡൻറ്റ് സ്വരാജിനോട് പറഞ്ഞത്. ഈ നാടക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, തുത്തിപ്പാറ.
അവിടെ ഇപ്പം അയാളിപ്പം പല മാധ്യമങ്ങളുമൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. വിജയകുമാർ എന്നാണ് യഥാർത്ഥത്തിൽ ഈ കള്ളൻ വിജയൻ്റെ പേര്. അയാൾ നാടകത്തിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് കള്ളൻ വിജയൻ. നാട്ടുകാർക്കൊക്കെ ഇടയിൽ അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നുള്ള ഒരു പേരിലാണ്. ആരെങ്കിലും എവിടെയാണ് കള്ളൻ വിജയൻ എന്ന് ചോദിച്ചാൽ മാത്രമേ ഈ വിജയകുമാറിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ നാടകത്തിൽ ഈ കഥാപാത്രം ഒരു വിഷാദത്തിൽ അകപ്പെടുന്ന, താനൊരു കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷാദത്തിൽ അകപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നാടകത്തിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ജീവിതം തന്നെ കള്ളനായിട്ടാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് 1996 2 കോടി രൂപ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന എസൻഷ്യൽ ലാവലിൻ്റെ ഇടനിലക്കാരൻ അദ്ദേഹത്തിന് കണ്ണൂരിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇലക്ഷൻ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അഴിമതി ഇത്തരത്തിൽ നേരത്തെ തന്നെ അഴിമതി നടത്താൻ എളുപ്പമാർഗ്ഗമാണ്, കോടികൾ ഉണ്ടാക്കാൻ എളുപ്പമാർഗ്ഗമാണെന്ന് അദ്ദേഹം പഠിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഐസ്ക്രീം പാർലർ പെൺവാണിഭം അട്ടിമറിക്കുകയാണ്. അതിലൂടെയാണ് കോടികൾ ഉണ്ടാക്കിയത്, അതിലൂടെയാണ് കൈരളി ചാനൽ ഉണ്ടാക്കിയത്. ബ്ലാക്ക് മെയിലിങ്ങിലൂടെയും തട്ടിപ്പിലൂടെയും അഴിമതിയിലൂടെയും ഇങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പഠിച്ച പിണറായി വിജയൻ്റെ ജൈത്രയാത്ര പിന്നെ മുന്നോട്ട് പോകുന്നത് 1997 തന്നെ ഈ ഐസ്ക്രീം പാർലർ തട്ടിപ്പ് നടക്കുന്നൊരു കാലഘട്ടത്തിൽ തന്നെ ലാവ്ലിൻ കേസ് അദ്ദേഹം ഈ ബാലാനന്ദ 100 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാമെന്ന് പറയുന്ന ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം പൂർത്തിയാക്കാമെന്ന് പറയുന്ന സംഭവത്തിന് അദ്ദേഹം 278 കോടി രൂപയ്ക്ക് എസൻഷ്യൽ ലാവലിൽ നിന്ന് ഇടനിലക്കാരായ ആളുകൾക്ക് കൊടുക്കുന്നു. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഫാക്ടറി ഇല്ലാത്ത സ്ഥാപനത്തിന് ആഗോള ടെൻഡർ വിളിക്കാതെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കൊടുക്കുന്നു. അതിനുശേഷം അതിൽ തന്നെ 98.3 കോടി രൂപ മലബാറിലെ ക്യാൻസർ രോഗികൾക്കുള്ള മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന സ്ഥാപനത്തിന് കാനഡിയൻ ഗവൺമെൻറ് കൊടുക്കുന്നതിലും MOU ഒപ്പിടുന്നു. അതിൽ 75 കോടി രൂപയാണ് പിണറായി വിജയൻ സ്വന്തം ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് കടത്തിയത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ പിണറായി വിജയൻ അവിടുന്ന് ഇങ്ങോട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുമ്പോഴും തന്നെ അദ്ദേഹം BJP അടക്കം കയ്യിലെടുത്തുകൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഏകദേശം 33-34 തവണ നയതന്ത്ര ബാഗേജിലൂടെ ബിരിയാണി ചെമ്പായി അല്ലാതെയും സ്വർണ്ണം കടത്തി. നമുക്കറിയാം ഖുറാൻ്റെ ചട്ടയിട്ടാണ് ഒരു തവണ ഇറക്കിയതെങ്കിൽ ഒരു തവണ ഈന്തപ്പഴ കുരുവായിട്ടാണ് ഇറക്കിയത് സ്വർണം. അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലാണ് പിണറായി വിജയൻ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ കരിമണൽ കടത്തിയുമായിട്ടുള്ള ഏർപ്പാട്. അദ്ദേഹം കരിമണൽ കടത്തിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഇൽമേനി തരാം, എനിക്ക് അതിനുള്ള പൈസ തരണം എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് സുഗമമായിട്ട് വണ്ടി അവിടേക്ക് പറഞ്ഞേക്കായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് ദുരൂഹതകളാണല്ലോ പിണറായി വിജയൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത്. അദ്ദേഹം എന്തിനാണ് എപ്പോഴും പോകുമ്പം ദുബായിൽ ഇറങ്ങും, പിന്നെ ഇടയ്ക്ക് സിംഗപ്പൂരിൽ പോകും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകും. ഇതൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണോ? അവിടെ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഈ ദുരൂഹതകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. 1997 മുതൽ ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം മദ്രാസ് വഴിയാണ്, അന്ന് മദ്രാസായിരുന്നു, മദ്രാസ് വഴി സിംഗപ്പൂർക്ക് പോകുന്ന പരിപാടിയായിരുന്നു. അയാൾ 3 വർഷക്കാലം അവിടെ മകൻ അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു. എന്തിനാണ്? കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ച് അവിടെയായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെയെങ്കിലും അനധികൃത സമ്പാദ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വിദേശത്ത് പല പ്രമുഖ ബിസിനസ്സുകാരുടെ പദ്ധതികളിലും ബിനാമി പേരിലും അല്ലാതെയും ഒക്കെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൻ്റെ രേഖകൾ 10,000 കോടി രൂപയുടെ രേഖകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതിൻ്റെ കൈവശം കിട്ടിയെന്നറിഞ്ഞോടെ കൂടിയിട്ടാണ് 2021 വീണ ജോർജിൻ്റെ പേരിൽ ഒരു കള്ള പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസിലെ ആ രേഖകളടക്കം കടത്തിക്കൊണ്ട് പോയത്. അന്ന് 10,000 കോടി ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ എത്ര കോടീൻ്റെ ഉണ്ടാവും? ഏറ്റവും ചുരുങ്ങിയ 1 ലക്ഷം കോടിയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയന് കള്ളൻ വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ കേൾക്കുമ്പോൾ, ഒരാളെ പേര് ദേശാഭിമാനിയിലെ തന്നെ വരുമ്പോൾ, അത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയൂടെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടും തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും തന്നെയാണ് വരുന്നതെന്നുള്ളത്. അതിൽ ശുഭിതനായ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു. ചെയ്തൊരു വലിയ തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് ഏത് രീതിയിലും ന്യായീകരിക്കാം. അത് നാടകത്തെക്കുറിച്ചാണ്, നാടകത്തിൽ അഭിനയിച്ച ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ്. പക്ഷെ അതിൻ്റെ തുടക്ക പേജിൽ VS ഉണ്ടല്ലോ, ആ VSനെ പോലും അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, VSനെ അവഹേളിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ശൈലിയാണല്ലോ. അപ്പം VSനെ പറ്റി അവിടെ ഇപ്പുറത്ത് വരുന്നു, മറുഭാഗത്ത് ഇതും വരുമ്പോൾ VSൻ്റെ ഭാഗത്ത് ചേർന്നുകൊണ്ട് പുത്തലത്ത് ദിനേശൻ പിണറായി വിജയനെ അടിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പുത്തലത്ത് ദിനേശിനെ അടുത്ത കാലത്ത് എടുത്ത നിലപാട് എന്താ? നിലപാടെടുത്തത്
അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മാറണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പുത്തല ദിനേശൻ. അതായത് പാർട്ടി തകരാൻ പോകുന്നു, പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം, അതേപോലെ MV ഗോവിന്ദൻ മാറണം എന്ന് പറയുന്ന ഒരാളാണ് പുത്തല ദിനേശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ തന്നെ കള്ളൻ വിജയനെ പറ്റി പറയുമ്പോൾ ഒരു ഭാഗത്ത് കടലോളം സ്നേഹം കൊടുത്ത് VS വളർത്തുമ്പോൾ മറുഭാഗത്ത് മരിച്ച ആളാണെങ്കിൽ VS ആ സ്നേഹം കൊടുക്കാന്ന് പറഞ്ഞാൽ ദേശാഭിമാനികളുടെ സ്നേഹം കൊടുക്കാന്ന് പിണറായി വിജയൻ തകർന്നു പോവില്ലേ? യഥാർത്ഥത്തിൽ VS ആരായിരുന്നു? ഞാനാണ് പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസ് ഫയൽ ചെയ്ത ഒരാൾ. 2005 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന സമയത്താണ് എൻ്റെ ഓഫീസ് ആക്രമിച്ച് റിയാസിൻ്റെ നേതൃത്വത്തിൽ ആക്രമിച്ച് അവിടുന്ന് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോർപ്പറേഷൻ ഇലക്ഷൻ സ്ഥാനം സീറ്റ് കിട്ടുക, അതേപോലെ ലോകസഭയിലേക്ക് വീരേന്ദ്രകുമാറിനെ വെട്ടിമാറ്റിയിട്ട് സീറ്റ് കൊടുത്തു. അതിലൊക്കെ തോറ്റു റിയാസ്. പിന്നീട് അദ്ദേഹത്തിന് ബേപ്പൂരിലെ സുരക്ഷിതമായ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു, മകളെ കെട്ടിക്കൊടുത്തു. ഇതൊക്കെ അദ്ദേഹം നേരിട്ട് കൊടുത്താണെന്നാണ് കരുതുന്നത്. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ട രേഖകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. വീണ വിജയനെ കല്യാണം കഴിച്ചത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ്. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ്. കാരണം ഈ രേഖകൾ കൈവശമാണല്ലോ, ഇല്ലെങ്കിൽ അകത്താവുന്ന രേഖകളാണ് പിണറായി വിജയൻ. അത്രയും ശക്തവും വ്യക്തമായ രേഖകളാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ തുടങ്ങിയ പിണറായി വിജയൻ പിന്നീട് നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പിലാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ 2005 ഫെബ്രുവരി 2 ഇത് ഉണ്ടായതിന് ശേഷം എന്നെ VS വിളിക്കുകയാണ്. VS ഒരു ദിവസം രാവിലെ എനിക്ക് കോൾ വരികയാണ്, ഞാൻ VS ആണ്. അപ്പോൾ ഞാൻ തന്നെ ഇതായി, ശബ്ദം കേൾക്കുമ്പോൾ VS ആണല്ലോ. അപ്പോൾ ഞാൻ തന്നെ സ്തംഭിച്ചു പോയി. അപ്പോൾ പിന്നീട് പറഞ്ഞു, നന്ദകുമാർ, താങ്കൾ നടത്തുന്ന പോരാട്ടത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്കൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്, അല്ല പത്രസമ്മേളനം നടത്തി ലാവ്ലിംഗ് കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുകയാണല്ലോ. അപ്പം അതിൽ CBI അന്വേഷണം കൊടുക്കാൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് പറഞ്ഞു, ഞാനൊരു വാർത്ത പ്രസിദ്ധീകരിച്ച് സത്യമല്ല എന്ന് വിളിച്ചു പറയുന്നത് സത്യമാണ് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, ഞാൻ തയ്യാറാണെന്ന് പറയാണ്. അതായത് താങ്കളുടെ പുറകിൽ അപ്പം ലാവലിന് വേണ്ടി പോരാടാൻ പുറകിൽ VS ഉണ്ടായിരുന്നു. VS എന്നെ വിളിച്ച് എനിക്ക് തന്നതല്ല, VS അല്ല രേഖകൾ തന്നത്, ഈ ബാലാനന്ദനും തന്നിരുന്നത്. അപ്പോൾ VSനോട് ഞാൻ പറഞ്ഞു, VS ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ VS എന്നെ വിളിക്കുന്നത്. അങ്ങനെ VS വിളിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൈവശം രേഖകളെല്ലാം നഷ്ടപ്പെട്ടു, പിന്നെ എങ്ങനെ ലാവ്ലിംഗ് കേസിൽ CBI അന്വേഷണം കൊടുക്കും? അതൊന്നും പേടിക്കണ്ട, രേഖകളെല്ലാം അവിടെ എത്തിക്കോളും, നന്ദകുമാറെ അടുത്ത ബന്ധമുള്ള PC ജോർജ് അവിടെ എത്തിക്കും എന്നോട് പറയുകയാണ്. അത് പ്രകാരം പിന്നീട് PC ജോർജാണ് ആ ഡോക്യുമെൻ്റ് കൊണ്ട് തന്നത്. അദ്ദേഹം എന്നോട് അന്ന് ചോദിച്ചു, ആരെ ഏൽപ്പിക്കും കേസ്? അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജ്യം കേസൊക്കെ നടത്തിയ രാംകുമാർ സാറിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അത് മതി, രാംകുമാർ ആണെങ്കിൽ അത് മതിയാകും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, PC ജോർജ് വഴി എല്ലാ രേഖകൾ എത്തിച്ചു തരികയാണ്. ആ രേഖകൾ വെച്ചിട്ടാണ് എൻ്റെ കൈവശം എല്ലാ രേഖകളും നഷ്ടപ്പെട്ടിരുന്നു. ആ രേഖകൾ കൊടുത്തിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് രാംകുമാർ ഈ കേസ് ഫയൽ ചെയ്യുന്നതും പിന്നീട് ലാവ്ലിംഗ് കേസിൽ സുപ്രധാന വിധിയുണ്ടാകുന്നതും. മാത്രമല്ല അതിനുശേഷം സുപ്രധാന വിധിയുണ്ടായി, CBI അന്വേഷണം നടത്തി. അന്വേഷണം നടത്തുന്നതിനിടയിൽ എന്നോട് VS ഇടയ്ക്ക് പല രേഖകളും കിട്ടാനില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. VS എന്നെ വിളിക്കുകയാണ് വേണ്ടത്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ്, എങ്ങനെയുണ്ട്, അന്വേഷണം പോകുന്നു? ഞാൻ പറഞ്ഞു, എല്ലാം ശക്തമായി പോകുന്നുണ്ട്, ചില രേഖകൾ കൂടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവരോടൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അവരോട് ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ CBI ഉദ്യോഗസ്ഥന്മാർ അശോക് കുമാറിനെ അടക്കം കൂട്ടിയിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അവിടെ ഈ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കാണുകയും കിട്ടാത്ത രേഖകളുടെ ലിസ്റ്റ് കൊടുക്കുകയും അത് കിട്ടാനുള്ള വഴികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഞാൻ അങ്ങോട്ട് കയറിയില്ല, കാരണം എന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർ തിരിച്ചറിയും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ CBI ഉദ്യോഗസ്ഥന്മാർ കയറി കണ്ടു. അവസാനം വരെ അദ്ദേഹം CBI അന്വേഷണം നടക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം കൃത്യമായി അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ റെസിഡന്റ് എഡിറ്റർ ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സ്വരാജ്. അങ്ങനെ ഒരു സാധനം അതിലില്ലേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് കെട്ടിക്കിടക്കുകയാണ് ഇപ്പം ദേശാഭിമാനിയുടെ ഓഫീസിൽ ഇന്ന് പുറത്തിറങ്ങാത്ത ആ വാരാന്ത പതിപ്പ് എന്ന് പറയുന്നത്. നാളെ ഇറക്കുന്നല്ലേ പറയുന്നത്? അതെ, നാളെ ഇറക്കുന്നതിൽ വേറെ ഇറക്കുന്നതായിരിക്കും ഇറക്കുന്നത്. അതെ, നാളെ ഇറക്കുന്നതിൽ കള്ളൻ വിജയൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ മുന്നിലുള്ള സംഗതി. കള്ളൻ വിജയനെ ഒഴിവാക്കിയിട്ടാണോ ദേശാഭിമാനി ഇറക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വരാജും അതിൽ
അതിൽ ആ കൂട്ടത്തിൽ പെടും. പിണറായി വിജയനെ രക്ഷിക്കാൻ സ്വരാജുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സ്വരാജ് നമുക്കറിയാലോ VS അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് സ്വരാജ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആണെങ്കിലും ഇപ്പോൾ പിണറായിൻ്റെ കൂടെയല്ല, പിണറായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിണറായിയെ കുറിച്ചിട്ട് അധികം സ്വരാജും അതേപോലെ EP ജയരാജനും അതേപോലെ ധനകാര്യമന്ത്രി ചെയ്യുന്ന ബാലഗോപാലൊക്കെ ഒറ്റക്കെട്ടായിട്ട്, രാജീവനൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു പിണറായി വിജയൻ വീഴാൻ പോവുകയാണ്, ഇനി എഴുന്നേക്കാൻ സാധ്യതയില്ല, പിണറായി വിജയനെ താങ്ങിക്കൊണ്ടിരിക്കുന്നത് ദോഷമായി തീരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാലം മാറിയത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ ചില പ്രമുഖ നേതാക്കൾ പിണറായിക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ന് അറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ വാരാന്ത്യപ്പതിപ്പില്ല എന്ന് അവർ കാര്യങ്ങൾ പറഞ്ഞത്. ഈ കണ്ണൂരിൽ നിന്ന് നേതാക്കൾ പിണറായിക്കെതിരെ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം EP ജയരാജൻ വിഴിഞ്ഞം വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊന്നും അഴിമതി ആരോപണം നടത്തണ്ടെന്നാണ് പറഞ്ഞത്. സമാനമായ രീതിയിൽ ശ്രീമതി ടീച്ചർ വരുന്നു, ശൈലജ ടീച്ചർ വരുന്നു, ഈ ദിവ്യ സയ്യറിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തിരുവായിക്ക് എതിർവായില്ല എന്നൊക്കെ ഉള്ളത് മാറി ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ചരടുവലി നടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ജനങ്ങൾ എതിരാണ്, പാർട്ടി അണികൾ എതിരാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് കണ്ണൂരിൽ പോലും ഇപ്പോൾ കൃത്യമായി ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവരും കുടുങ്ങും, അവരും പിണറായി പോലുള്ള ആളുകളാണ് തെറ്റിദ്ധരിക്കും. അതിന് മുമ്പായി തന്നെ എറിഞ്ഞതാണ് ജയരാജന്മാരും അതേപോലെ ശൈലജ ടീച്ചറും അതേപോലെ നമ്മുടെ ശ്രീമതി ടീച്ചറും എല്ലാം. കാരണം ഇനിയും പിണറായി വിജയൻ്റെ കൂടെ നിന്നാൽ ഞങ്ങൾക്കും കിട്ടും ചീമുട്ടയേറ്, അതിന് മുമ്പായിട്ട് മാറിക്കാളാം. പാർട്ടിയുടെ ഒപ്പം നിൽക്കണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെ നിന്നാൽ മാത്രമേ പാർട്ടിക്കൊപ്പം ഉണ്ടാവുള്ളൂ. പാർട്ടിയിൽ നിന്ന് എന്തായാലും പിണറായി വിജയൻ MV ഗോവിന്ദന് പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ മുൻകൂട്ടി ഇത്തരം തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചത്. എന്തായാലും കള്ളം വിജയം നാളെ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.